ഇവിടെ നമുക്ക് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ഗിരിജ സംസാരിച്ചതും സനീഷ് സംസാരിച്ചതും വെച്ച് നമുക്ക് കാര്യങ്ങളുടെ എല്ലാം ഇത് പിടികിട്ടി. അപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ളൊരു സപ്പോർട്ടായിരിക്കണം നിങ്ങൾ. കുടുംബം നോക്കാതെയും വരാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന കുടുംബം നോക്കുന്നതെന്ന് പറയുന്നത് ഇടയ്ക്ക് വരിക, ഗസ്റ്റായിട്ട് വരിക, അത്യാവശ്യം കാശ് തരിക, പോവുക, കടം തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. അവളെ പാവയെ പോലെ ജീവിപ്പിക്കുന്ന ഒരു ജീവിതം അല്ലല്ലോ. അമ്മായിയച്ഛനും അമ്മായിയമ്മയും വീട്ടിൽ നിന്ന് ചോറും കഞ്ഞിയും കൊടുത്തൊരു പെണ്ണ് ജീവിക്കുന്നതിനപ്പുറം ഒരു ജീവിതമില്ലേ? അതുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് പച്ചയും മാംസമുള്ളൊരു സ്ത്രീയാണത്. അതിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ കുടുംബം നോക്കാതെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കടത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അദ്ദേഹത്തിന് സുഖമില്ലെങ്കിലും എന്തായാലും സ്നേഹമായിട്ട് നിങ്ങളുടെ കൂടെ താമസിക്കുന്നു എന്നുള്ളതാണല്ലോ ഒരു സ്ത്രീയുടെ ധൈര്യം. അതുണ്ടായിട്ടില്ല. അതില്ലെന്നുണ്ടെങ്കിൽ എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന പല ചെറിയ ചെറിയ വീഴ്ചകളാണ്. അവർ ചെറുപ്പക്കാരാണ്, പിള്ളേരാണ് രണ്ടുപേരും. അപ്പൊ സനീഷിന് ഒരുവിധം സനീഷിന്റെ കുടുംബാന്തരീക്ഷം നമുക്ക് മനസ്സിലായി. ഞാനിപ്പോ ഗിരിജയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുന്ന പോലെ തന്നെ പറയുകയാണ്. അവർ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നത്തിനും അനാവശ്യമായിട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അവർക്കും പറ്റിയിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലും അത്രയേ ഉള്ളൂ. സനീഷിന് പറ്റിയ മിസ്റ്റേക്സ് എന്താണ് സനീഷിന് മനസ്സിലായില്ലേ? സനീഷ് പറയൂ, 2 മിസ്റ്റേക്ക് സനീഷ് ചെയ്തത്. അത് ഏതൊക്കെ സനീഷ് ഇപ്പം മാറ്റാൻ റെഡിയാണെന്നുള്ളത് പറയുക. കാരണം ഇതിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മനസ്സിലൊരു സമാധാനം. ഇത്തരം കാര്യങ്ങൾ ഒക്കെ ശരിയാക്കാമെന്ന് സനീഷ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കുടുംബത്തിനോടും ഗിരിജ പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കുടുംബം പറയുന്നുള്ളൂ, അല്ലാതെ അവരുടെ ഇഷ്ടത്തിനൊന്നും പറയുകയില്ല. സനീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് എന്ന് ഞങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെട്ടത്, എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് പാനലിന് എല്ലാം ബോധ്യപ്പെട്ട ഒരു കാര്യം, അത് സനീഷ് പറയണം. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് സനീഷ് പറയണം. അത് ഏതാണ് സനീഷ് തിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ശാരീരികമായ ഒരു അടുപ്പവും കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ ഒന്നും വേണ്ട. നമ്മൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അടുത്തിരുന്ന് നമ്മളെ എല്ലാം ശരിയാവും എന്ന് ഇത്രയും പറഞ്ഞാൽ മതി. അതിനകത്തുനിന്നൊരു വലിയൊരു വൈബ്രേഷൻ, പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ വരും. അതിന് സെക്സുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ല. നിനക്കെല്ലാം ശരിയാവുന്ന വെറുതെ ഒന്ന് കയ്യിലൊന്ന് തൊടുന്നതിനകത്തൊരു വലിയൊരു സംഗതി ഉണ്ട് അല്ലേ? അപ്പം അത് ഇപ്പം കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ഓടി വന്ന് എന്തിനാ നമ്മൾ കെട്ടിപ്പിടിക്കുന്നത്? ദൂരെ ഒന്ന് സംസാരിച്ചാൽ പോലെ അതിൽ നിന്ന് കിട്ടുന്ന ആ കുഞ്ഞിന് കിട്ടുന്ന ഒരു ധൈര്യവും ഒരു ഇതുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അത് വളരെ പ്രധാനമാണ് സനീഷ്. ഒരുപാട് പേർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. കുഞ്ഞിനെ ഇപ്പൊ അടുത്ത സമയത്ത് എടുത്ത് കളിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ അടുത്തെങ്ങാനും ആദ്യത്തെ സമയത്ത് കളിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിലുള്ള സമയത്തൊക്കെ അല്ല എന്നും പറഞ്ഞു. അതിനുശേഷം മറന്നിട്ടൊന്നുമില്ല സാർ, കുഞ്ഞിനെ മറക്കൊന്നുമില്ല ഒരിക്കലും. കടത്തിന്റെ ബാധ്യത അല്ലാതെ വേറൊരു മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. കടം എല്ലാ വീട്ടിലും ഉള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ വീട്ടുകളിലും ഉണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ വേണ്ട, മോൻ വേണ്ട, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം എന്താ? ഭാര്യ വേണ്ട, മോൻ വേണ്ട ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പ്രവൃത്തിയിൽ നിന്ന് അങ്ങനെയല്ല കാണുന്നത്. പ്രവൃത്തി പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചിന്തയിലാണ് പ്രവൃത്തിയായിട്ട് കാണുന്നത്. അത് എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങനെ തോന്നാൻ എനിക്ക് മാനസികമായിട്ട് അങ്ങനെ യാതൊരു മാനസികം എന്ന് വെച്ചാൽ അങ്ങനെ തോന്നാൻ എന്താ കാര്യം? ഭാര്യയായിട്ട് കോണ്ടാക്ട് അധികം ഇല്ല, കുട്ടിയെ സ്നേഹം കൊടുക്കുന്നില്ല, അതെന്താ കാര്യം? അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കടബാധ്യത വന്നു കഴിഞ്ഞാൽ ഞാനൊരു സ്വർണം ചോദിച്ചു എടുത്ത്. അപ്പോൾ എന്നെ ഒരു ആപത്ത് കാലത്ത് സഹായിക്കാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ എനിക്ക് അകൽച്ചയൊന്നുമില്ല. ഭാര്യ ഇന്ന് വരെ വെറുത്തിട്ടില്ല. 100% ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭാര്യനെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒന്നും ഗിരിജ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം ബൂസ്റ്റപ്പ് ചെയ്ത് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. അസുഖം ബാധിച്ച് കിടക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിച്ച് അത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് കണക്കാക്കുന്ന ഭാര്യമാരുണ്ട്. ഇത് ശരീരത്തിന്റെ സുഖം മാത്രമാണ് ലോകത്ത് വലിയ കാര്യം എന്നുള്ള അങ്ങനെ ഒരു അർത്ഥമേ വരരുത്. അതല്ല ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? വയ്യാഴിക വരും, ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ കൂടെ ഉണ്ട്, അവരാണ് എന്നെ നോക്കുന്നതെന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. നമ്മളതൊന്നുമില്ലാതെ വരുമ്പോൾ ഇത് ഓരോന്നും പെറുക്കി എടുത്ത് ഇങ്ങനെ വെക്കും. ഇതിങ്ങനെ ഒരു കാര്യം, ഇതാ ഇങ്ങനെ ഒരു കാര്യം എന്നുള്ളത് പോലെ ആയിപ്പോവും. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കുകയില്ല. ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട്. പക്ഷെ എന്നാലും സനീഷ് ഇപ്പം അതെല്ലാം അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, സനീഷ് ഇവിടെ വന്ന് നല്ല രീതിയിൽ നിൽക്കാം എന്നറിയിക്കാം. അമ്മ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവർ തങ്ങളിലുള്ള കാര്യങ്ങളുടെ ഇടയ്ക്ക് ഈ പ്രായമുള്ളവർ വീട്ടിൽ വേണം. കൂട്ടുകുടുംബത്തിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ്, വലിയ ഗുണമെന്ന് പറയുന്നത്. അമ്മ പറഞ്ഞപ്പോൾ ന്യായങ്ങളെന്നൊക്കെ പറയുന്നതൊന്നും ഇതൊന്നിനകത്തും ഇവരുടെ ജീവിതത്തിനൊന്നും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല. അവിടെ വീട്ടിൽ പോയി നിങ്ങൾ അറിഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ യഥാർത്ഥ വേദനയും വിഷമവും എന്തെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ വസ്തുത. അറിയണം. കാരണം നിങ്ങളുടെ പെമ്മക്കൾ വേറെ കല്യാണം കഴിച്ച് പോയി താമസിക്കുകയാണ്.
അവരുടെ ഭാഗത്ത് ചിലപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. അതായാലും പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പയ്യന്റെ ഭാഗത്താണെങ്കിലും പറഞ്ഞ് മനസ്സിലാവും. അവർ നിങ്ങൾ വഴക്കോ വെക്കാണോ പൊയ്ക്കോളൂ, അവരവരുടെ ഇതിലോട്ട് പൊയ്ക്കോളൂ. അതുപോലെ അതിനൊരു ജോലിക്ക് പോകാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഉണ്ടാക്കിയാൽ കുറെ കൂടെ കടത്തിന് ഒരു സപ്പോർട്ടാവത്തില്ലേ? അയാൾ ഒരാൾ മാത്രം ഇങ്ങനെ കഷ്ടപ്പെട്ട് കടമടച്ചുകൊണ്ടിരിക്കുക, അത് വേണ്ടല്ലോ. അത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ്, അത്യാവശ്യം അതിനറിയാം, അതിന് തയ്യലറിയാം. അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അത് ഒരു കേട്ടെ ആ കുഞ്ഞ് പഠിക്കട്ടെ, നല്ല സ്കൂളിൽ പഠിക്കട്ടെ, ടൗണിലെ വീടായാലും പറയുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭദ്രമാവും. അച്ഛൻ എന്ത് പറയുന്നു? അച്ഛൻ്റെ അഭിപ്രായം എന്താ നിങ്ങൾ പറയൂ. എൻ്റെ അഭിപ്രായം നല്ലപോലെ ജീവിക്കണം പിള്ളേര്. അതിപ്പോ എല്ലാ കാര്യങ്ങളും അച്ഛന്മാരെ അറിയത്തില്ലല്ലോ. അതെ അതെ. ഇവര് തങ്ങളുള്ള പരസ്പരമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാനവർക്ക് അവര് സുഖമായിട്ട് ജീവിക്കാന്നുള്ളതാ വിചാരിക്കുന്നത്. പോന്നു. മറ്റു കാര്യത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം അല്ല എൻ്റെ. അപ്പം ഏതായാലും ഇതിന് പാളിച്ചകൾ വന്നു. ഇപ്പൊ ഇതല്ല, ഇപ്പൊ 2 വർഷമായി. അപ്പം ഇവര് വീട്ടിലോട്ട് പോയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അപ്പം സനീഷ് സ്ഥലത്തില്ല. അപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന താഴെ അയച്ചിട്ട് സ്ഥലം കൂടുതൽ കിടക്കുന്നു. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. അപ്പം എനിക്കൊന്ന് നേരെ കുറച്ചൊക്കെ പണിയാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് പോയി പണിയുക. അവിടെ ഒരു വീടും ഉണ്ട്. അപ്പോൾ ഇത് വേറെ ഇച്ചിരി സൗകര്യത്തിന് റോഡ് സൈഡിൽ ഒരു വീട് ഇത് വെച്ചതാണ്. ചെറിയ വീട് ഇവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ പണിതു. അവിടെ ഞാൻ പണിതാൻ നിന്നപ്പോൾ ഗിരിജ പറഞ്ഞു എനിക്കിങ്ങനെ വീട്ടിലൊന്ന് പോകണം. അപ്പോൾ സനീഷ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സനീഷ് എന്നാ പറഞ്ഞു, പോകാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അതെ സനീഷിൻ്റെ അനുവാദമില്ലാതെ എനിക്ക് പോകാൻ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. വന്നാൽ 3-ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഗിരിജ ഒന്നും മിണ്ടിയില്ല. അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഒരു തലമുറയും കഴിഞ്ഞ് കയറി പോകുന്നു. കയറി പോന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ താഴെ തന്നെ താമസിക്കും. ഈ കയറ്റമൊക്കെ ആയതുകൊണ്ട് ഞാൻ കയറി വരത്തില്ല. ചിലപ്പോൾ കയറി വരുവുള്ളൂ, എന്നൊന്നും കയറി വരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ കുടുംബം അമ്മ അടിമാലി കൊണ്ടുകൊടുത്തു. കാരണം ആങ്ങളെ വന്ന് അടിമാലി വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആ പോക്കാണ് ഈ 2 വർഷം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് ഇവനെ കൂടെ വലിച്ച് ഇരുത്തിട്ട് എന്നടാ വിളിക്കാതെ പിന്നെ പോയിട്ട് ഇത്രയായി, നീ പോയി വിളിച്ചോണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം ഫോണെടുത്ത് ഇവനെ നിർത്തിക്കൊണ്ട് ഞാൻ വിളിച്ചു, നീ വാ കൊച്ചിനെയും കൊണ്ട് ഇനി പോരെ, അവിടെ നിൽക്കേണ്ട ഇത്രയും നാളായില്ലേ, ഇനി വരാൻ പറഞ്ഞു. അന്നേരം അവൾ ഡിമാൻഡൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല, അത് എനിക്ക് ചോദിക്കാനൊക്കെ ഇവിടെ ആളുണ്ട്, ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ അത് വേണ്ട, ഗിരിജയുടെ അമ്മ ആങ്ങള ഇത്രയും പേരൊക്കെ ചോദിച്ചാൽ മതി. ഒരുപാട് ആൾക്കാരൊക്കെ കാണും, എല്ലാവരും കൂടെ ചോദിക്കാനുള്ള ആൾ അവനില്ലല്ലോ അവിടെ വരുമ്പോൾ. അത് വേണ്ട, നിങ്ങൾ ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് വാ എന്ന് പറയുമ്പോൾ ഗിരിജ പറഞ്ഞു അങ്ങനെ ഞാൻ വരികയായിരുന്നു. അന്നേരം പറയാം എനിക്ക് കയറ്റം കയറാൻ വയ്യ. ഞാൻ പറഞ്ഞു ഇപ്പം അതിനുള്ള സൗകര്യമൊന്നുമില്ല, നിരപ്പിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം അതിനുള്ള സാഹചര്യമൊന്നുമില്ല, നിരപ്പിലൊന്നും പോയി സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ എനിക്കൊന്നു ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കാണുന്ന ഇന്നാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളു. പക്ഷെ ഇനിയിപ്പോ അനുവാദം ചോദിക്കാതെ പോയി എന്ന് കുറച്ചു മുമ്പ് അമ്മ പറഞ്ഞു. നിങ്ങളുടെ അവിടുന്ന് ആരും വിളിച്ചിട്ടില്ല എന്ന് ഗിരിജ പറഞ്ഞു. ഗിരിജയോട് ഞാൻ വിളിച്ചോന്ന് ചോദിച്ചു. ഇപ്പഴല്ല, 2-3 വർഷത്തിന്റെ ആയിക്കോട്ടെ ഗിരിജ, അവിടുന്ന് പോയി കഴിഞ്ഞ ആരും വിളിച്ചില്ല എന്നല്ലേ ഗിരിജ പറഞ്ഞു. 3-4 വിളിച്ചു. കൊച്ചെന്തിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊച്ചപ്പുറത്ത് കളിക്കുവാന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കി. പിന്നെ ഈ ചേച്ചി വിളിച്ച എന്നെ ഒത്തിരി ചീത്ത വിളിച്ചു. മകനെ കൊണ്ട് പിന്നെ കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നല്ലോ, മകന്റെ കൂടുതൽ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു എന്നോട് ചോദിച്ചു. അന്നേരം എനിക്ക് സങ്കടം വന്നു. ഇവരെന്നോട് ചേർത്ത് എന്നോട് നേരിട്ട് വിളിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ ചോദിച്ചാ. മേഡം ചോദിച്ച പോലെ ചോദിച്ചിട്ടുള്ളൂ. ഒരു അമ്മന്റെ ഉത്തരവാദിത്വം അല്ലേ. മകൻ ഇങ്ങനെ വീട്ടിൽ വരുന്നുണ്ട്, 10-15 ദിവസം കഴിയുമ്പോൾ വരണു, കാലത്ത് വരുന്നു, വൈകിട്ട് പോകണു, അല്ലെങ്കിൽ പെങ്ങളുടെ അവിടെ വരുന്നെങ്കിലും പോകണു. ഇതൊരു അമ്മയായ അമ്മയ്ക്ക് 3 മക്കളല്ലേ, അമ്മയ്ക്ക് മനസ്സിലാകില്ലേ
ആൺകുട്ടി അവന് മനസ്സിലായില്ലെങ്കിലും അച്ഛന് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ. മകൻ വരുമ്പോൾ എന്താണ്ടാ ഒരു കൊച്ചിൻ്റെ അടുത്ത് വർത്തമാനമില്ല, ഒരു ഭാര്യനോട് ഒരു താമസമില്ല. 4 പ്രാവശ്യം വന്നിട്ട് പോകുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാകേണ്ടതല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലായിട്ടില്ല? നിങ്ങളൊരു അമ്മയല്ലേ? അത് ഞാൻ ചോദിച്ചത് സത്യം എന്താണ് മേഡം, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇല്ല, അതവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിന്നെ പോലെ അച്ഛൻ വീട്ടിൽ വന്നിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് ഈ കല്യാണം കഴിച്ചോടെ തമിഴ്നാടാണ് കൊടുത്തത്. ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇല്ല. അച്ഛൻ ചെറുപ്പത്തിലേ പോയതല്ലേ. ഞാൻ മൂത്ത മകളാണ്. പിന്നെ 4 പെൺകുട്ടികൾ ഇതോ ഒരാങ്ങളേ ഉള്ളൂ. പിന്നെ അവൻ എന്തൊക്കെ ചെയ്യും? അപ്പം ഞങ്ങളെ കൊടുത്തവിടെ സ്ഥലവും വീടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളായിരുന്നു. പഠിക്കാൻ പോകാൻ അവിടെയൊന്നും സ്ഥലം എനിക്ക് പറ്റാതെ വന്നപ്പോൾ പിന്നെ ഭർത്താവ് ഒരു ലോറിയിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും താമസിക്കണം. അച്ഛനമ്മയൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. കുട്ടികളുടെ ബുദ്ധിമുട്ടാകാൻ ഞാൻ ഇവിടെ വന്ന് കുറച്ചൊക്കെ അവനെ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ വീട്ടിൽ സ്വർണ്ണമൊന്നും എനിക്ക് തന്ന് കല്യാണം കഴിച്ചില്ല. അപ്പോൾ ശരി എന്നാൽ എൻ്റെ മകൾക്ക് ഇങ്ങനെയല്ലേ, സ്ഥലമില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു 5 സെൻറ്റ് സ്ഥലം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് തന്നു. അതിൽ ഞാനൊരു നെടുമ്പര് വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ വീട് കയറ്റി വീട്ടിൽ തന്നെ താമസിക്കണം. അപ്പോൾ ഈ അമ്മ പറഞ്ഞു അച്ഛൻ വീട്ടിൽ വന്നിട്ട് താമസിക്കണല്ലേ എൻ്റെ മകൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വീട്ടിൽ എനിക്ക് എൻ്റെ വിധി അങ്ങനെ വരേണ്ടി വന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്. എവിടെയാണെങ്കിലും കള്ളുകൂടെയാണെങ്കിലും എന്നെ തല്ലും പലതും ഉപദ്രവിച്ചിട്ട് ഞാൻ ജീവിക്കുന്നവളാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ വിട്ട് പോയിട്ടില്ല, മക്കളെ വിട്ടിട്ടും. അപ്പോൾ അതുപോലെ അല്ലല്ലോ നിങ്ങളുടെ മകൻ ചെയ്യണത്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാകാത്ത കാര്യങ്ങളല്ലേ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും സ്നേഹമാണ് മേഡം. അവനെ 3 മരുമക്കന്മാർ കിട്ടിയത് രൂപമില്ല എൻ്റെ അമ്മയ്ക്ക്. ഇവനാണ് പാവത്ത് കരുതിയിരുന്നത്. പൊന്നുപോലെ നോക്കിക്കോളാം. അവൻ ഈ നാട്ടിക്ക് കെട്ടിക്കൊടുത്തു. ഇഷ്ടമല്ല ഈ നാട് ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, എങ്കിലും ഇവരെ വിശ്വസിച്ച് കൊടുത്തതാണ്. പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങൾക്ക് കാണണം പറഞ്ഞാൽ കൊണ്ടുവന്ന് എത്തിക്കാം അമ്മേ. നിങ്ങളുടെ അമ്മനെ മകനെയും ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങളുടെയും ബുദ്ധിമുട്ടിക്കില്ല. എപ്പോൾ വേണമെങ്കിലും കാണണമെങ്കിലും നിങ്ങളുടെ ഉമ്മറത്തേക്ക് ഞാൻ കൊണ്ടുവന്നോളാം പറഞ്ഞു. അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ സ്നേഹത്തിന് ഞങ്ങളായി കുറയ്ക്കേണ്ട വേണ്ടി കൊടുത്തു പോയതാണ് മേഡം. ഒടുവിലെ കുട്ടിക്ക് 1.5 വയസ്സായിരുന്നു എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ. ഉള്ള ഗർഭിണിയായിരുന്നാണ്. അപ്പം അച്ഛൻ ഞാൻ ഇടയിൽ 1-2 പ്രാവശ്യമൊക്കെ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അച്ഛനായിട്ടും മകനായിട്ടും മരുമകനായിട്ടും ഒക്കെ നീയാണ് അവൾക്ക്. ഒരു ഭർത്താവായിട്ടും അച്ഛനായി സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അവനെ ഇഷ്ടമാണ് മേഡം. കള്ളു കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ ചെറിയ ജനം പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടണ എല്ലാവരും വേണ്ടി എൻ്റെ മക്കളെല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം പറയുന്ന പോലെയൊന്നുമല്ല. പറയുന്ന അവിടെ നിങ്ങൾ അവഗണിക്കുകയാണ്. ഞങ്ങളൊന്നും അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ വരുമ്പോഴേക്കും വളരെ മോശമായിട്ട് അവനെ എന്ത് വേണമെങ്കിലും പറയാലോ. ഈ അച്ഛനും അമ്മയെ കുറിച്ച് യാതൊരു കംപ്ലൈന്റും ഈ കുട്ടി പറഞ്ഞിട്ടില്ല. നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വാക്ക് പോലും ഈ അച്ഛനെ കുറിച്ചും ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. സനീഷിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ആ പരാതി സത്യമാണെന്നുള്ളത് സനീഷിന് ബോധ്യപ്പെട്ടു. ഇനി സനീഷിന്റെ അമ്മയ്ക്ക് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവരൊരുമിച്ച് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം 2ാം പക്ഷമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കണക്കാക്കുക വേണ്ട. അവരൊരുമിച്ച് ജീവിക്കാൻ എന്തെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്യുക. ഇതുവരെ നിങ്ങൾക്ക് അവരെ ഒന്നിപ്പിക്കാൻ സാധിച്ചില്ല. ഇനിയിപ്പോ അവൻ വരുമ്പോഴൊക്കെ അങ്ങനെയാ പറഞ്ഞു കൊടുക്കാറ്. നിങ്ങൾ കൊച്ചിനെയും വിളിച്ച് നിങ്ങൾ വാടകയ്ക്കാണെങ്കിലും സൗകര്യമുള്ളിടത്ത് പോയി ജീവിച്ചോളാം ഞങ്ങൾ എല്ലാവരും പറയും. നിങ്ങളിപ്പോ എന്തായാലും ഇത് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആ വീട്ടിൽ താമസിച്ചിട്ട് ഒരു ദിവസം പോലും ആ കുട്ടിക്ക് ഒരു 3 വർഷം താമസിച്ചിട്ട് ഒരു ഭർത്താവ് എന്നുള്ള രീതിക്ക് ഒരു സൗഖ്യം ഉണ്ടാവാനുള്ള ഒരു സ്ഥിതി ഉണ്ടായില്ല. അപ്പൊ ഇനി അവര് പരസ്പരം മനസ്സിൽ അയാൾ എല്ലാം കൊണ്ടും അയാൾ സമ്മതിച്ചു കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വിഷമമുണ്ട്. അതെല്ലാം മാറ്റാൻ ഞാൻ തയ്യാറാണെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണല്ലോ സനീഷ് പറയുന്നത്. അത് നമുക്ക് ബോധ്യപ്പെട്ടു. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോയ ഒരു കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ഗിരിജ ഇനി ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിരിജയ്ക്ക് അത്യാവശ്യം ഏതുവരെ പഠിച്ചു ഗിരിജ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇപ്പം വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് ഈ ഗാർമെന്റ്സിന്റെ. എംബ്രോയിഡറി ഒക്കെ ചെയ്യുമോ? സ്റ്റിച്ച് വർക്കാണ് മെയിനായിട്ട്. എന്നാലും കുഴപ്പമില്ല, അത് വേണമെങ്കിൽ അത് ചെയ്യാം. അതല്ല ഈ ഇടുക്കി ടൗണിൽ തന്നെയാണോ വീട് എടുക്കുന്നത്? അല്ലല്ല, ഞാൻ അടുത്ത് നെടുങ്കണ്ട ഭാഗത്ത്, നെടുങ്കണ്ട അടുത്ത് തന്നെ ടൗൺ ഏരിയ ആണ്. ആ ടൗൺ ഏരിയ തന്നെയാണ്. അപ്പൊ അവിടെ ഗിരിജയ്ക്ക് താല്പര്യമുള്ള മറ്റെന്തെങ്കിലും ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഗിരിജയുടെ ഇഷ്ടം. പിന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ദീർഘമായ ഒരു കാലത്തെ ജീവിതത്തെ കുറിച്ച് വേണം ചിന്തിക്കാൻ. മനസ്സിലായില്ലേ? അതുമല്ല കൊച്ചു കുട്ടിയുണ്ട്, മോന്റെ ഭാവി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വേണമെന്ന് മാത്രമല്ല, നാളെ പിന്നെ ഗിരിജ ആരും കുറ്റപ്പെടുത്താൻ ഇടവരുന്നത്. കാരണം പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല സനീഷ്, മറ്റു രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു പരസ്ത്രീ ബന്ധത്തിന്റെ പേരിലോ അങ്ങനെ ഒന്നും പറയാനില്ല.
അയാൾക്ക് ഇടക്കാലത്ത് അയാളുടെ ഒരു എന്താ പറയുന്ന വരുമാനം ഇല്ലാത്തവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തതിന്റെ പേരിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതെ, തുറന്ന് സംസാരിച്ച പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. രണ്ടുപേരും തുറന്ന് സംസാരിക്കാൻ തയ്യാറല്ല. അതെ അതെ, അതാണ് പ്രശ്നം. അതെ അതെ അതെ, അതിന്റെയാണ് കാര്യങ്ങൾ. അത് എങ്ങനെയാ സംസാരിക്കുക? ഫോണ് ഒന്നാമത് ഫോണില്ല, എനിക്ക് ഫോണിൽ വിളിക്കുന്ന ഇങ്ങോട്ട് വിളിക്കാലോ. അത് എന്താ അറിയോ ഗിരിജ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യമാണ് ഇപ്പം ഏറ്റവും ഈ പറഞ്ഞ കാര്യമാണ് ഈ മനസ്സിനകത്ത് കിടക്കുന്നത്. നമുക്ക് ഇത്രയും കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് പറയാൻ, ഭാര്യയോട് പറയാൻ മാനസികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുത്ത കടം, അച്ഛന്റെ ചികിത്സയുടെ ഒക്കെ കടങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെങ്ങനെ പറയും? അത് പറയാൻ നിവൃത്തിയില്ല. ചെറിയ ശമ്പളമാണെങ്കിലും വീട്ടിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ അയാൾ നിന്ന് നോക്കി. അപ്പൊ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്താൽ ശരിയാകത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഇനി ദൂരെ ഞാൻ പോയി ജോലി ചെയ്യണം. അതൊക്കെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു എന്തൊക്കെയോ ഒരു വൈരാഗ്യവും ഭാഷയൊക്കെ ഉണ്ടായിപ്പോ. അത്രയുടെ പ്രായമല്ലേ അയാൾക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? 19 വയസ്സായേക്കുന്നുള്ളൂ കല്യാണം കഴിക്കുമ്പോൾ. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ്. നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുക. എന്നിട്ട് ഗിരിജയ്ക്ക് വിശ്വാസം വന്നാൽ നമുക്ക്. അപ്പോൾ ഗിരിജയും സനീഷും കുറച്ചു നേരം പേഴ്സണലായിട്ട് അവർ സംസാരിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം തീർച്ചയായിട്ടും അവരെടുക്കണം. അതിനുശേഷം വേണം പാനലിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് പറയാൻ. നിങ്ങൾക്ക് സമയം തന്നു. എന്ത് തീരുമാനിച്ചു ഗിരിജ? സംസാരിച്ചോ? സംസാരിച്ചു. ഇപ്പോൾ വേറെ വീടെടുത്തിട്ട് കൂട്ടിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയിപ്പോൾ അവിടെ കുട്ടിയുടെ സ്കൂള് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം എനിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഞാനെന്നാ അറിയട്ടെ. എൻ്റെ അടുത്ത് കാണിക്കുമോ എന്നുള്ള കാര്യം കൂടി എനിക്ക് അറിയാലോ. എനിക്കത് തീർച്ചയായും ഞാൻ അറിയണം. ഇതിപ്പോൾ പെട്ടെന്ന് വന്നു, ഞാൻ ഇനി നോക്കാം ഇതൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആത്മാർത്ഥത്തോടെ ഉള്ളതാണെന്നുള്ള കാര്യം കൂടി എനിക്ക് അറിയട്ടെ. ഞാൻ പൊക്കോളാം, ഞാൻ പോകുന്നില്ലെന്ന് പറയുന്നില്ല. അല്ല, അതിനകത്ത് അത് തീർച്ചയായിട്ടും ഗിരിജയുടെ ജീവിതം ഗിരിജയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പൊ പോലീസോ അറസ്റ്റോ ഒന്നുമില്ല. ആർക്കും ഭയന്നിട്ടല്ല ആ പയ്യൻ ഞാൻ ആത്മാർത്ഥമായിട്ട് നോക്കാന്ന് പറയുന്നത്. ഇവിടെ വന്ന് അയാൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ശരിയായില്ല, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ മേഡം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അല്ലേ? എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾ? ഒന്നുമില്ല. അപ്പൊ നമ്മളൊരാളിനെ നമ്മൾ അങ്ങനെയാണ് വിലയിരുത്തേണ്ടത്. ഇല്ല, ഞാൻ അങ്ങനെയല്ല. അല്ല, ഗിരിജ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇത്രയും നാളില്ലാതിരുന്ന് പെട്ടെന്ന്. പക്ഷേ കുഞ്ഞിന്റെ സ്കൂള് മാർച്ച് വരെ ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞതിന് ശേഷം മാറ്റാനോ, അതിനു മുമ്പ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിനകം സനീഷിന്റെ പെരുമാറ്റത്തിൽ അത്രയും സിൻസിയർ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായോ എന്നാണ് ഗിരിജ ഉദ്ദേശിക്കുന്നത്. ഉണ്ടായെന്നുള്ള. പക്ഷെ നമ്മൾ ഒരാളിനെ തൂക്കി നോക്കാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ ശ്രമിക്കരുത്. കാരണം അങ്ങനെ ശ്രമിക്കുമ്പോൾ തിരിച്ച് അതുപോലെ അയാൾ അതേ വാക്ക് തിരിച്ചു പറഞ്ഞ് എന്റെ വീട്ടിൽ നിൽക്കാതെ കൂടെ ഓടി വരികയും ഈ 3 കൊല്ലം ഞാനില്ലാതെ ജീവിക്കാനും പറ്റിയ ഇവിടെ എന്നോട് പോയി ആത്മാർത്ഥമായിട്ട് ഇവിടെ ജീവിക്കുമെന്ന് എനിക്കെന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഇല്ലാതെ വരും, അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ തൂക്കി നോക്കുകയല്ല. നമുക്ക് നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ട്. ഒരു ദിവസം നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറിയ ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കൊരു വീഴ്ച പറ്റിപ്പോയി, അത് അയാൾ സമ്മതിച്ചു. ഇനിയുള്ള കാലം, കാരണം ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇത് കാണുന്നത്. അപ്പൊ അത് അവരുടെ മുമ്പിലാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവും എന്ന് ഒരു 3 മാസക്കാലമെങ്കിലും നമുക്ക് സമയമുണ്ടല്ലോ വിശ്വസിക്കാൻ. ഉണ്ട്, മതി. ഞാൻ അത്രയും ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് സാങ്കല്പികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ലോകത്ത് നിന്ന് നമ്മൾ കുറച്ച് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലോകത്തേക്ക് വരണം. അതും ഗിരിജയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം, ഗിരിജ, നമുക്ക് നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ കൂടപ്പറപ്പുകളും, നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ സഹോദരങ്ങൾ, ചേച്ചി, ചേട്ടൻ, ഇവരെല്ലാവരും നമുക്കുണ്ടാവും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആയുസിന്റെ 70% ഭർത്താവിന്റെ കൂടെ ആ കുടുംബമാണ്. അങ്ങനെയാണ് നമുക്ക് പറയപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അതാണ്. പിന്നെ ഇടയ്ക്ക് സംബന്ധിക്കുന്ന ഓരോ ദുരന്തങ്ങളുടെ ഫലമായിട്ടാണ് പല വേർപാടുകളും പല സംഗതികളൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കുടുംബം. നമ്മുടെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാം. കൗമാരപ്രായം വരെ അച്ഛൻ, യൗവനം മുതൽ ഭർത്താവാണ്. പുത്രൻ രക്ഷിക്കണം വാർദ്ധക്യകാലത്ത്. അതാണ് ഒരു സ്ത്രീയുടെ ജീവിതം. അവിടെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കോ സംഗതികളോ പറ്റുമ്പോഴാണ് സ്ത്രീയുടെ ജീവിതത്തിന് താളപ്പഴകളൊക്കെ ഉണ്ടാവുന്നതെന്നാണ് പുരാണം മുതലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ ഗിരിജ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കാതെ. അപ്പൊ ഇപ്പൊ വീടെടുക്കാൻ എത്ര സമയം വേണം സനീഷേ? ഉടനെ എടുക്കാൻ വേണം. എടുത്തിട്ട് ഇപ്പൊ പിള്ളേർ പറഞ്ഞു ഫോൺ ചെയ്ത് സംസാരിക്കുക, വീട്ടിലേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും വിശ്വാസം വരുത്തിയിട്ട്. അല്ല, അത് തന്നെ വിശ്വാസമൊക്കെ വരും സനീഷ്. തീർച്ചയായിട്ടും ആ വിശ്വാസമൊക്കെ വരും. വിശ്വാസക്കുറവൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ എന്താണെന്നറിയാമോ, ഒരു 6 വർഷം 3 വർഷം നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബത്തും 3 വർഷമായിട്ട് അവരുടെ വീട്ടിലൊക്കെ ആയിട്ട് ഒരു ഒറ്റയ്ക്ക് ജീവിച്ചതിൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. സനീഷ് അവിടെ പോകണം, തീർച്ചയായും. അവിടെ പോയി കുഞ്ഞിനെയും കൊണ്ട് ഈ ഇടയ്ക്ക് ലീവ് ദിവസങ്ങളിൽ അവിടെ പോയി താമസിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഈ 3 മാസം ഇങ്ങനെ അങ്ങ് പോകും.
അത് കഴിഞ്ഞിട്ട് അവിടെ വീട് മാറുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് മാറാം. അങ്ങനെയല്ലേ ഗിരിജയുടെ തീരുമാനം അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അവർ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ശനി ഞായറും അവധി സമയത്തൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ കുട്ടിയായിട്ട് പോയി താമസിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്നേഹം കുട്ടിക്ക് കിട്ടും, നിങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധം നന്നായി കൂടും. അതുകൊണ്ട് ഒരു കാര്യം ഭൂമിയിൽ ഗിരിജ നട്ട് നനച്ച ചില സംഗതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അവര്. ആ മുളകും ചേന എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അമ്മയും കൂടി ഇതൊക്കെയുണ്ട് ഇപ്പോഴും. ഒന്നും പോയിട്ടൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ആരുമില്ല മേഡം, അവകാശം പറയാം. ഓരോരുത്തരും വരുന്നില്ല. നിങ്ങൾക്കുള്ള ഭൂമിയല്ലേ, അതൊന്നും വെറുതെ കളയരുത്. ഉള്ള സമയത്ത് അതൊക്കെ നോക്കും. നമുക്കത് അത് ഗുണമുള്ളതാക്കാന്നാണ് നോക്കേണ്ടത് അല്ലേ? ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാ അത്. ഇപ്പോൾ വന്നിടത്തോളം ഞാൻ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ വെച്ച് തീർന്നു. ഇത് കുടുംബം എന്ന് പറഞ്ഞത് ഭാര്യയും ഭർത്താക്കന്മാരുടെ പുതിയൊരു ജീവിതം തുടങ്ങുക. അതിൽ അവരുടേതായ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ തമ്മിൽ പറഞ്ഞെല്ലാം ഒത്തുതീർപ്പാണ്. കൂടുതൽ വരുമ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ ഇടപെടുന്നത്. ഇത് നിസ്സാരമായ കാര്യങ്ങൾ, ഈഗോയുടെ പ്രശ്നം അതൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ഇവിടെ വന്ന് ഈ വേദിയിൽ വന്ന് എല്ലാം സോൾവ് ആയത്. അല്ല, ഇനി നിങ്ങൾ മോൻ്റെ കാര്യം നോക്കണം. മോൻ വളർന്നു വരുന്ന ഒരു സിറ്റിസനാണ്, 5 വയസ്സുള്ളൂ. ആ പ്രായത്തിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടേണ്ടത്. ഇവരുടെ ബ്രെയിനിലൊരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ട്. അതാണ് വലുതാകുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ ഉള്ള സമയം മുതൽ 7 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ആ സ്റ്റേജിൽ അച്ഛൻ വേറെ സ്ഥലത്ത്, അമ്മ വേറെ സ്ഥലത്ത്, അതിന് മാനസികമായിട്ട് പല പല ചിന്തകളുണ്ടാകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അവരും ചിന്തിക്കും. അപ്പോൾ വലുതാകുമ്പോൾ അതിൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. ഇനിയുള്ള കാലം നിങ്ങൾ സന്തോഷത്തോടുകൂടി ആ കുട്ടിക്ക് സ്നേഹം കൊടുത്ത് നല്ലൊരു മോനായിട്ട് കുട്ടിയായിട്ട് വളർത്താൻ നോക്കുക. ഓക്കെ? പിന്നെ പരസ്പരം രണ്ടുപേരും എന്താന്ന് വെച്ചാൽ തുറന്ന് സംസാരിക്കുക. ഈ ഒളിച്ചു വെക്കുമ്പോഴത്തേക്കാണ് ഭാര്യയ്ക്ക് എന്താണെന്ന് അറിയില്ല ഭർത്താവ് ചെയ്യുന്നത്, ഭർത്താവ് എന്താ ചെയ്യണമെന്ന് ഭാര്യയ്ക്ക് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും ഒരു കുടുംബമാണ്, ഒന്നായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം എന്തുണ്ടെങ്കിലും തുറന്ന് പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക. പിന്നെ മോൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പിന്നെ സനീഷ് ഞാൻ കണ്ടിടത്തോളം കുടിയില്ല, വലിയില്ല, ഒരു ചീത്ത സ്വഭാവം ഇല്ല. പെട്ടെന്നുള്ളൊരു ചെറിയൊരു പക്വത കടന്നു. പെട്ടെന്ന് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത ആ സ്റ്റേജിൽ അങ്ങനെ ആയിപ്പോയി. ഇപ്പം എല്ലാം തിരിച്ചറിവ് വന്നു, നല്ലൊരു മനുഷ്യനായിട്ട് പുതിയ ജീവിതത്തിലേക്ക് നയിക്കുക. അതേപോലെ തന്നെ അച്ഛനും അമ്മയും, നല്ല അച്ഛനും അമ്മയും എല്ലാം സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതായത് മോക്കും നല്ലൊരു അച്ഛനെ കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് സന്തോഷത്തോട്ടായിട്ട് ജീവിക്കും. ആദ്യത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞുള്ള ഈ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, വിട്ടു നിന്ന്, അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പം എന്തായാലും പറഞ്ഞു തീർന്നു. പുള്ളിക്കാരി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം അവര് സംസാരിച്ചൊരു തീരുമാനം, ഒരു കാര്യം മാത്രം, ഗിരിജ അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. ഒരിക്കലും നിങ്ങളുടെ മോൻ അങ്ങനെ ആവരുത്. അത് മാത്രം മനസ്സിൽ ചിന്തിക്കുക. അച്ഛന്റെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യം ഗിരിജയ്ക്ക് ഉണ്ടായില്ല, അത് ഏതോ ജന്മത്തില് അല്ലേ? അതും കൂടെ ആ ഒരു കുറവും കൂടെ നിങ്ങളുടെ അമ്മായി അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യൻ, എല്ലാ കാര്യങ്ങളുടെയും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യൻ, ആരുടെയും സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് കൈകടത്തി ഉപദ്രവിക്കാത്തൊരു മനുഷ്യൻ, അത് അച്ഛനായിട്ട് തന്നെ കാണുക. ഒരിക്കലും നിങ്ങളുടെ മകന് നിങ്ങളുടെ ആ അച്ഛൻ്റെ സ്നേഹം കിട്ടാതിരിക്കാനുള്ള യാതൊരു അവസ്ഥയും ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? പിന്നെ പ്രേമ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ പിണക്കക്കായിട്ട് പിടിച്ചാൽ ഇതുവഴി കേട്ട് ഇതുവഴി കളഞ്ഞേക്കുക. അത്തരം പരാതികൾക്ക് പിന്നെ ഫോൺ എടുക്കുമ്പോൾ അവൻ പുറത്തുനിന്ന് പയ്യനാണ്, വിശേഷങ്ങൾ അവനോട് ചോദിക്കുക. അല്ല, അങ്ങനെ വെറുതെ ചോദിക്കുകയില്ല. സനീഷിനോട് സംസാരിച്ചിട്ട് ഫോൺ അവൾക്ക് കൊടുക്കാൻ പറയും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ രീതി. കാരണം അവളെ നിങ്ങൾ ഡയറക്റ്റായിട്ട് വിളിച്ചില്ല എന്ന് വെച്ചാൽ അവൾക്കൊന്നും തോന്നത്തില്ല. അത് നിങ്ങളുടെ ഇളയതാണ്, മനസ്സിലാവും കാര്യങ്ങൾ. കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് സനീഷിനെയാണ്. സനീഷിനെ വിളിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതോട് നന്നായിരിക്കുന്ന പോലെ അങ്ങോട്ടൊന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഒരു സ്ഥാനം. മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവും, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ മോൻ്റെ കാര്യം തന്നെ പറയുന്നത്, എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് താഴായിട്ട് പൊട്ടിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായിട്ട് ആ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇതുപോലെ ചെയ്യൂ ഗിരിജ, കേട്ടോ? എന്തായാലും ഗിരിജ ഇതുവരെ വെയിറ്റ് ചെയ്ത് ആ കുഞ്ഞിന് വേണ്ടി ഇത് 6 വർഷം വെയിറ്റ് ചെയ്തു. ഗിരിജയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റ് ഞങ്ങൾ ആരും കാണുന്നില്ല. പക്ഷേ ആ ക്ഷമയോടുകൂടി ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതേ ഉണ്ടാവുള്ളൂ. എൻ്റെ കാരണം വെച്ചാൽ ആ കുഞ്ഞ് നല്ല ഭാഗ്യമുള്ളൊരു കുഞ്ഞാണ്. അത് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കാരണം ഈ ഇങ്ങനെ ഭർത്താവിനെ കുറിച്ചുള്ള ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്
പൂർണ്ണമായിട്ട് നിങ്ങളുടെ മോനെ സ്നേഹിക്കാനും നിങ്ങൾക്ക് കളിപ്പിക്കാനും ഒന്നും പറ്റാറില്ല, നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി അതുണ്ടാവണം. സനീഷ പോണേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോവും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അവർക്ക് സ്നേഹം വേണം. കേട്ടോ, ഒരു വലിയ ഗ്യാപ്പായി പോയി സനീഷ്. കുഞ്ഞിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അരക്ഷിത ബോധമായി പോകും കുഞ്ഞിന്, ഇൻസെക്യൂർഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു അല്ലേ സാർ? അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ കേട്ട ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ടുപേര്, അവരുടെ ചെറിയ ചെറിയ ഈഗോയും കാര്യങ്ങളും സാധാരണക്കാരെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള കൊച്ചു പ്രാരബ്ധങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും ഈഗോയുമാണ്, അല്ലാതെ വലിയ വലിയ സംഗതികളൊന്നുമല്ല. എങ്കിലും വീട്ടുകാരുടെ കുറെ കൂടെ പക്വമായ സമീപനമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നേരത്തെ തീരുമാനിച്ചിരിക്കാം. എന്തായാലും അവർ രണ്ടുപേരും വളരെ നല്ല മനസ്സോടുകൂടി പക്വതയോടുകൂടി ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നുള്ള തീരുമാനത്തിലെത്തി സന്തോഷമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. ഗൗതം കൃഷ്ണ അല്ലേ? ഗൗതം കൃഷ്ണയ്ക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. അവാർഡ് എടുത്ത തീരുമാനം ആണ് വായിക്കുന്നത്. രണ്ടുപേരും പരസ്പരം സമ്മതത്തോടുകൂടി ഒരുമിച്ച് 3 മാസത്തിനുള്ളിൽ വാടക വീടെടുത്ത് ഇടുക്കിയിൽ താമസിക്കാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ഇരുവരും തമ്മിൽ നിരന്തര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. അവധി ദിവസങ്ങളിൽ ഗൗതം കൃഷ്ണയുമൊത്ത് ഗിരിജ ഇടുക്കിയിൽ സനീഷിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാകുന്നു. ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചേർക്കണോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടോ സാർ? ഒപ്പിടാൻ വിളിക്കാവല്ലോ അല്ലേ സാർ? ഗിരിജ വരൂ. സനീഷിനും ഗിരിജയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു പ്രൊസീജിയർ അനുസരിച്ച് അത് അവാർഡായിട്ട് തീർപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. പരസ്പരം വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിരിജയുടെ വീട്ടിൽ സനീഷ് വന്ന് 2 ദിവസം താമസിക്കുന്നു കുഞ്ഞിനോടൊപ്പം. അവരവിടെ പോയി സനീഷിൻ്റെ മാതാപിതാക്കളും ഒത്ത് അവധി ദിവസങ്ങളിൽ താമസിക്കുന്നു. എന്തായാലും ഒരു 3 മാസത്തിനകം കുഞ്ഞിൻ്റെ ആ KG ക്ലാസ്സിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ ഇപ്പോൾ നെന്മാറയ്ക്ക് അടുത്തുള്ള സ്കൂളിൽ അവിടെയാണ് കുഞ്ഞ് പഠിക്കുന്നത്. അവിടെ പഠിച്ചോട്ടെ. പഠിത്തം കഴിഞ്ഞ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ 2 കുടുംബാംഗങ്ങളും രണ്ടുപേരും സനീഷും ഗിരിജയും ഒന്നിച്ചാലോചിച്ച് തീരുമാനങ്ങളൊക്കെ വേണ്ടതുപോലെ എടുക്കാം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.